തീർച്ചയായും നിങ്ങൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഫോം അഥവാ വോട്ടർ പട്ടിക പുതുക്കാനുള്ള എന്യൂമറേഷൻ ഫോമിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി താഴെ നൽകുന്നു. വോട്ടർ ഫോമിൽ വൈറ്റ്നർ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫോമുകൾ വളരെ ഔദ്യോഗികവും കൃത്യത ആവശ്യമുള്ളതുമാണ്. നിങ്ങൾ വൈറ്റ്നർ അഥവാ കറക്ഷൻ ഫ്ലൂയിഡ് ഉപയോഗിച്ച് തിരുത്തിയതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഇതാ. അപേക്ഷ നിരസിക്കാൻ സാധ്യത. വോട്ടർ പട്ടികയുടെ സമഗ്രമായ ശുദ്ധീകരണത്തിനായുള്ള SIR പ്രക്രിയയിൽ സമർപ്പിക്കുന്ന രേഖകൾ കൃത്യമായിരിക്കണം. വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ചു കളയുന്നത് തിരുത്തൽ വരുത്താനുള്ള ശ്രമമായി കണക്കാക്കുകയും നിങ്ങളുടെ അപേക്ഷ അഥവാ ക്ലെയിം ഒബ്ജെക്ഷൻ നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സ്കാനിംഗ് പ്രശ്നം അഥവാ OCR. ഫോമുകൾ സ്കാൻ ചെയ്യുമ്പോൾ വൈറ്റ്നറിന്റെ കട്ടികൂടിയ ഭാഗം കാരണം അതിനു മുകളിൽ എഴുതിയ അക്ഷരങ്ങൾ കമ്പ്യൂട്ടറിന് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇത് ഡാറ്റ എൻട്രിയിൽ പിശകുകൾ വരുത്തും. ഫോം മാറ്റി നൽകാൻ കഴിയില്ല. SIR ഫോമുകൾക്ക് ഓരോ വോട്ടർക്കും പ്രത്യേകം QR കോഡ് ഉള്ളതിനാൽ തെറ്റുപറ്റിയെന്ന് കരുതി മറ്റൊന്നു നൽകാൻ അധികൃതർക്ക് കഴിയില്ല. കൃത്യമായ തിരുത്തൽ രീതി എന്താണ്? ഔദ്യോഗിക ഇലക്ഷൻ ഫോമുകളിൽ തിരുത്തൽ വരുത്തേണ്ട ശരിയായ രീതി ഇതാണ്. തെറ്റായ ഭാഗം ഒറ്റ വരയിൽ വെട്ടിക്കളയുക. നിങ്ങൾ തെറ്റായി എഴുതിയ ഭാഗം ഒരു നേർരേഖ ഉപയോഗിച്ച് വെട്ടിക്കളയുക. ശരിയായ വിവരങ്ങൾ അടുത്തായി വ്യക്തമായി എഴുതുക. ഒപ്പ് രേഖപ്പെടുത്തുക. തിരുത്തൽ വരുത്തിയ ഭാഗത്തിന് സമീപം നിങ്ങളുടെ ഒപ്പ് അഥവാ സിഗ്നേച്ചർ രേഖപ്പെടുത്തുക. നിങ്ങൾ നൽകിയ ഫോം ഇനിയും സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസറുമായി ഉടൻ ബന്ധപ്പെടുക. അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ഉചിതം.